അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന് പിന്നാലെ ഇന്ത്യ റഷ്യൻ എണ്ണ കൈവിടുന്നു എന്ന പ്രചാരണങ്ങൾക്ക് മറുപടിയുമായി റഷ്യൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്രെംലിൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതിനെ കുറിച്ച് ഇന്ത്യ ഒരു സൂചനയും നൽകിയിട്ടില്ല എന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി തുടരുമെന്നും റഷ്യൻ തലസ്ഥാനമായ മോസ്കോ വ്യക്തമാക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ വ്യാപാര കരാർ ഒപ്പുവെച്ച് മണിക്കൂറുകൾക്കകമാണ് റഷ്യയുടെ നിർണായക പ്രതികരണം വന്നിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടിയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നൽകിയത്. എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതിനെ കുറിച്ച് ന്യൂഡൽഹിയിൽ നിന്ന് ഔദ്യോഗികമായി ഒരു അറിയിപ്പും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പെസ്കോവ് പറഞ്ഞത്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധത്തെ ബഹുമാനിക്കുമ്പോഴും റഷ്യയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് കോട്ടം തട്ടിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ അമേരിക്കയുമായി കൈകോർക്കുമ്പോഴും പഴയ സുഹൃത്തായ റഷ്യയെ ഇന്ത്യ തള്ളിക്കളയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിവാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക കരാർ അന്തിമമായത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി 50% നിന്ന് 18% കുറച്ചു. ഏറ്റവും പ്രധാനമായി റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേലുണ്ടായിരുന്ന 25% പെനാൽറ്റി ട്രംപ് നീക്കം ചെയ്തിരുന്നു. ഇതോടെ ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുമെന്ന തരത്തിൽ ട്രംപ് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നുവെങ്കിലും റഷ്യയുടെ ഈ പ്രസ്താവനയോടെ ആ വാദം പൊളിയുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ എണ്ണ എന്നത് കേവലം ഒരു നയതന്ത്ര ബന്ധം മാത്രമല്ല, വലിയൊരു സാമ്പത്തിക ലാഭം കൂടിയാണ്. കണക്കുകൾ നോക്കിയാൽ 2022 മുതൽ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ വാങ്ങിയതിലൂടെ ഇന്ത്യ ലാഭിച്ചത് ഏകദേശം 20 മുതൽ 25 ബില്യൺ ഡോളറാണ്. ഇന്ന് ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% റഷ്യയിൽ നിന്നാണ്. പ്രതിദിനം ശരാശരി 1.6 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. സാധാരണക്കാർക്ക് ഇന്ധനവില പിടിച്ചു നിർത്താൻ ഈ വിലക്കുറവ് ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഈ ലാഭം വേണ്ടെന്ന് വയ്ക്കാൻ ഇന്ത്യ തയ്യാറായേക്കില്ല. ദേശീയ താല്പര്യമാണ് വലുതെന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കുമ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന റഷ്യൻ ഊർജം വേണ്ടെന്ന് വയ്ക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് ലഭിക്കുന്നത്. രണ്ട് വൻ ശക്തികളെയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.